ഓക്കെ. അപ്പോൾ നമ്മളുടെ തിയറി വീഡിയോ സീരീസിലെ നെക്സ്റ്റ് വീഡിയോ ആണ്. ഇതിൽ നമ്മൾ ചാപ്റ്റർ 1ലെ തേർഡ് പാർട്ട് കേട്ടോ. ചാപ്റ്റർ 1.3 ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ. വാല്യൂ അനാലിസിസ് ആൻഡ് വാല്യൂ എഞ്ചിനീയറിംഗ് ഇതൊരു പാർട്ടാണ്. വാല്യൂ അനാലിസിസ് ആൻഡ് വാല്യൂ എഞ്ചിനീയറിംഗ് ഈ വീഡിയോയിൽ നമ്മൾ ഇതാണ് കവർ ചെയ്യാൻ പോണത്. നെക്സ്റ്റ് വീഡിയോയിൽ ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ്, ഓക്കെ, PPR എന്ന് പറഞ്ഞിട്ട് അതാണ് വേറെ ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൽ നമ്മൾ വാല്യൂ അനാലിസിസ് ആൻഡ് വാല്യൂ എഞ്ചിനീയറിംഗ് ആണ് കവർ ചെയ്യാൻ പോകുന്നത്. ക്ലിയർ അല്ലേ? ശരി, നമ്മൾ എപ്പോഴും ചെയ്യണ പോലെ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് ഇത് ഓർത്തിരിക്കാനുള്ള വഴിയാണല്ലോ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തായാലും ഈ ടെക്സ്റ്റിലുള്ള തിയറി ഇത് പഠിക്കണം, എന്നാലാണ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, എഴുതാനൊക്കെ പറ്റത്തുള്ളൂ. പക്ഷെ നമുക്ക് പറഞ്ഞ പോലെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ആദ്യം എന്താണെന്നൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും തിയറി നോക്കുമ്പോൾ. ഓക്കെ, ശരി. അപ്പോൾ നോക്കിയടാ, ഫസ്റ്റ് ഞാനൊന്ന് ഡെഫിനിഷൻ ഒന്ന് പറഞ്ഞോട്ടെ, എന്നിട്ട് നമുക്ക് എക്സാമ്പിളിലോട്ട് പോകാം. ഈ ടെക്സ്റ്റിലുള്ള പ്രോപ്പർ ഡെഫിനിഷൻ എന്താണെന്ന് പറയട്ടെ, എന്നിട്ട് നോക്കാം. അപ്പോൾ നോക്കിയടാ, വാല്യൂ അനാലിസിസ് ഇസ് എ സയൻറ്റിഫിക് അപ്രോച്ച്. എന്തിനു വേണ്ടി? ദാറ്റ് എൻഷ്യൂർസ് ഓൾ ദ ഫങ്ഷൻ ഓഫ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ് ആർ ക്യാരിഡ് ഔട്ട് അറ്റ് ദ മിനിമം കോസ്റ്റ്. ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു സർവീസോ അതിൻ്റെ എല്ലാ ഫങ്ഷൻസും മിനിമം കോസ്റ്റിലാണ് നമ്മൾ നടത്തി വരുന്നത്. എല്ലാ ഫങ്ഷൻസിനും നമുക്കതിന് വേണ്ടി ചിലവാകുന്ന കോസ്റ്റ് മിനിമം ആണ് എന്ന് ഉറപ്പുവരുത്തുന്ന സയൻറ്റിഫിക് അപ്രോച്ചിനെയാണ് വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, വിച്ച് എൻഷ്യൂർസ് ദാറ്റ് ഓൾ ദ ഫങ്ഷൻ ഓഫ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ് ആർ ക്യാരിഡ് ഔട്ട് അറ്റ് മിനിമം കോസ്റ്റ്. അപ്പോൾ ചില ഫങ്ഷൻസ് ഒക്കെ ഇപ്പോൾ മിനിമം കോസ്റ്റിലല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അതിൻ്റെ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാൻ പറ്റും, അതൊക്കെയാണ് നമ്മൾ ഈ വാല്യൂ അനാലിസിസിൽ അനലൈസ് ചെയ്യുന്നത്. കോസ്റ്റ് റിഡക്ഷന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യാൻ പോണത്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, കോസ്റ്റ് റിഡ്യൂസ് ചെയ്യുമ്പോൾ വിത്തൗട്ട് കോംപ്രമൈസിങ് ക്വാളിറ്റി, റിലയബിലിറ്റി, പെർഫോമൻസ് ആൻഡ് അപ്പിയറൻസ് ഓഫ് ദ പ്രൊഡക്റ്റ്. മനസ്സിലായോ? കോസ്റ്റ് റിഡ്യൂസ് ചെയ്തോ, എല്ലാ ഫങ്ഷൻസും അതിൻ്റെ മിനിമം കോസ്റ്റിലേക്ക് ആക്കിക്കോ. ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. എല്ലാ ഫങ്ഷൻസും മിനിമം കോസ്റ്റിലേക്ക് ആക്കിക്കോ. പക്ഷേ നിങ്ങളുടെ കോസ്റ്റ് റിഡക്ഷൻ, നിങ്ങൾ ചെയ്യാൻ പോണ വാല്യൂ അനാലിസിസ് ഷുഡ് നോട്ട് കോംപ്രമൈസ് ഓർ അഫക്ട് ദ ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്. ഇറ്റ് ഷുഡ് നോട്ട് അഫക്ട് ദ റിലയബിലിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്. ഇറ്റ് ഷുഡ് നോട്ട് അഫക്ട് ദ പെർഫോമൻസ് ഓഫ് ദ പ്രോഡക്റ്റ് ഓർ ഇറ്റ് ഷുഡ് നോട്ട് അഫക്ട് ദ അപ്പിയറൻസ് ഓഫ് ദ പ്രോഡക്റ്റ്. ഇതൊന്നും അഫക്റ്റഡ് ആവാതെ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫങ്ഷൻസിൻ്റെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സയൻറ്റിഫിക് അപ്രോച്ചാണ് വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത്. ബേസിക്കലി ദ ഐഡിയ ഇസ് ടു സിംപ്ലിഫൈ ദ പ്രൊഡക്റ്റ്. ഓക്കെ, പ്രൊഡക്റ്റിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക ആൻഡ് ദർ ബൈ ഇൻക്രീസിങ് എഫിഷ്യൻസി കൂട്ടുക. പ്രൊഡക്റ്റ് സിംപ്ലിഫൈ ചെയ്ത് എഫിഷ്യൻസി കൂട്ടുക, അതാണ് വാല്യൂ അനാലിസിസിൻ്റെ ഒബ്ജക്റ്റീവ്. ഓക്കെ, അപ്പോൾ ഈ തിയറിയിലോട്ട് നമുക്ക് ഒന്നും കൂടെ തിരിച്ചു വരാം. ആദ്യം എന്താണെന്ന് മനസ്സിലാവട്ടെ, ഇതിപ്പോൾ വെറുതെ പറ്റില്ല, മനസ്സിലായിട്ടില്ലല്ലോ. ഒരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പം ഇല്ലേ, എൻ്റെ പ്രൊഡക്റ്റ്, ഓക്കെ, എൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയണത് പെൻസിലാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ഒരു പെൻസിലാണ് എൻ്റെ പ്രൊഡക്റ്റ്. അപ്പോൾ ഈ പെൻസിലിൻ്റെ ഓരോ ഇതൊക്കെ നോക്കുവാണെങ്കിൽ ഇതിൽ എന്തൊക്കെയുണ്ട്? ഇറേസർ ഉണ്ട് ഇവിടെ ബാക്കിൽ. ഇറേസറിൻ്റെ ഇവിടെ ഒരു മെറ്റൽ ബാൻഡ് ഉണ്ട് അല്ലേ? ഈ ഇറേസർ പെൻസിലുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തേക്കുന്ന മെറ്റൽ ബാൻഡ് ഉണ്ട്. പിന്നെ ഇറേസറിന് ശരിക്കും എന്താണ്, ഇതിൽ ഗ്രാഫൈറ്റ് ആണ്, അതിൻ്റെ മുകളിൽ വുഡ് ഉണ്ട്, ആ വുഡ് പെയിൻറ് കോട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണല്ലോ ഒരു പെൻസിലിൻ്റെ പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ അനാലിസിസ് എന്ന് പറഞ്ഞ സംഭവം ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റെപ്സ് ഒക്കെ പഠിക്കാനുണ്ട്, അതിലോട്ട് നമുക്ക് വരാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതിലുള്ള ഓരോ കാര്യവും നമ്മൾ അനലൈസ് ചെയ്യും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ മെറ്റൽ ബാൻഡിൻ്റെ ഫങ്ഷൻ എന്താണ്? ഈ മെറ്റൽ ബാൻഡ് കൊണ്ട് കസ്റ്റമറിന് ആലോചിച്ച് നോക്കി, കസ്റ്റമറിന് ഈ മെറ്റൽ ബാൻഡ് കൊണ്ട് ഫങ്ഷനൊന്നുമില്ല. മെറ്റൽ ബാൻഡിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഈ വുഡൻ പീസും ഈ ഇറേസറും തമ്മിൽ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ മെറ്റൽ ബാൻഡിൻ്റെ ഫങ്ഷൻ. മനസ്സിലായോ? അപ്പോൾ അത് മെറ്റൽ തന്നെ ആവണം എന്ന് കസ്റ്റമറിന് വല്ല പ്രശ്നമുണ്ടോ? കസ്റ്റമറിന് നിർബന്ധമുണ്ടോ? ഇല്ല. നമുക്കിത് പ്ലാസ്റ്റിക്കിൽ ഉണ്ടാക്കാൻ പറ്റിയ എന്താ പ്രശ്നം? ഇത് പ്ലാസ്റ്റിക് ഉണ്ടാക്കാൻ പറ്റിയാൽ കോസ്റ്റ് കുറയൂലേ? ഉറപ്പായിട്ടും കോസ്റ്റ് കുറയുമായിരിക്കും. കുറയും, മെറ്റലല്ലല്ലോ, പ്ലാസ്റ്റിക്കല്ലേ, കോസ്റ്റ് കുറയും. അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കത് ചെയ്യാമല്ലോ. കസ്റ്റമറിന് ഏതെങ്കിലും രീതിയിൽ അത് അഫക്റ്റ് ചെയ്യുമോ? ഇല്ല, അത് അഫക്റ്റ് ചെയ്യുന്നില്ല. മനസ്സിലായോ? അപ്പോൾ എല്ലാ ഫങ്ഷൻസിൻ്റെയും കോസ്റ്റ് മിനിമം ആണ് എന്ന് എൻഷുർ ചെയ്യുന്ന ഒരു പ്രോസസ്സ്, ആ അപ്രോച്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ പല കമ്പനീസും അത് ചെയ്യണില്ല. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ചിലപ്പോൾ പ്ലാസ്റ്റിക് പാർട്ട് ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഇറേസർ ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റൂലായിരിക്കും.
ഇറേസർ അതിന് സ്കിപ്പായി പോവുമായിരിക്കും. ഓക്കെ, സ്ലിപ്പായി പോകുന്നുണ്ടാവായിരിക്കും. അങ്ങനെയാണെങ്കിൽ വാല്യൂ അനാലിസിസിൽ അത് ചെയ്യാൻ പാടില്ല, ചേഞ്ച് വരുത്താൻ പാടില്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് വാല്യൂ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ റെഡ്യൂസ് ദ കോസ്റ്റ്, പക്ഷേ ഇറ്റ് ഷുഡ് നോട്ട് കോംപ്രമൈസ് ദ ക്വാളിറ്റി. പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കുറയാൻ പാടില്ല, ഇടയ്ക്കിടയ്ക്ക് ഇറേസർ ഊരി പോകാൻ പാടില്ല, റിലയബിൾ ആയിരിക്കണം. ആ സെയിം തന്നെ ഇറേസർ ഊരിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ റബ്ബ് ചെയ്യാൻ വേണ്ടി എടുത്ത് റബ്ബ് ചെയ്യുമ്പോൾ ഇറേസർ അങ്ങോട്ട് തെറിച്ച് പോയി, അതിൽ നിന്ന് പോയി. ദ പ്രൊഡക്റ്റ് ഇസ് നോ മോർ റിലയബിൾ. മനസ്സിലായോ? അപ്പോൾ റിലയബിലിറ്റീനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. ഇറ്റ് ഷുഡ് നോട്ട് അഫക്ട് ദ പെർഫോമൻസ് ഓർ ഈവൻ അപ്പിയറൻസ് ഓഫ് ദ പ്രൊഡക്റ്റ്. പ്രൊഡക്ട്സിന് ഒരു അപ്പീൽ ഉണ്ടല്ലോ, ഒരു കാണും വിഷ്വൽ അപ്പീൽ ഉണ്ട്, അതും അഫക്റ്റഡ് ആവരുത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആൾക്കാർ പ്രൊഡക്റ്റ് അഗ്ലി ആയി പോയി, അങ്ങനെയും ആവരുത്. മനസ്സിലായോ? അപ്പം ഇതൊന്നും കോംപ്രമൈസ് ചെയ്യാതെ ഫങ്ഷൻസിൻ്റെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അപ്രോച്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേടാ? അപ്പോൾ എങ്ങനെയാണ് വാല്യൂ അനാലിസിസ് ചെയ്യണത്? നമുക്ക് ഇവിടെ കുറച്ച് പഠിക്കാനുണ്ട്, അതിലോട്ടൊക്കെ വരാം. അതിനു മുമ്പ് ഞാൻ ഈ ഫേസസ് ഒന്ന് പറയുകയാണ്. വാട്ട് ആർ ദ ഫേസസ് ഓഫ് വാല്യൂ അനാലിസിസ്? ഇവിടെ രണ്ട് ടോപ്പിക് ഉണ്ട്, വാല്യൂ അനാലിസിസും ഉണ്ട്, വാല്യൂ എഞ്ചിനീയറിംഗും ഉണ്ട്. ഞാൻ ഇപ്പോൾ പറയുന്നതെല്ലാം വാല്യൂ അനാലിസിസ് ആണ്. വാല്യൂ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വ്യത്യാസമുള്ളൂ, ലാസ്റ്റ് പറഞ്ഞുതരാം എന്താണെന്ന്. അപ്പോൾ വാല്യൂ അനാലിസിസ്, അപ്പോൾ വാട്ട് ആർ ദ ഫേസസ് എന്ന് വെച്ചാൽ സ്റ്റെപ്സ്. ഫസ്റ്റ് വൺ, ഒറിജിനേഷൻ എന്ന് വെച്ചാൽ വാല്യൂ. ഈ സ്റ്റെപ്സ് ഇതേ ഓർഡറിൽ എഴുതണം കേട്ടോ, തിരിച്ചൊന്നും എഴുതാൻ പറ്റത്തില്ലേ. സ്റ്റെപ്സ് ആണ് ഫേസസ്, ഇത് ഓർഡർ കമ്പൽസറി ആണ്. ഈ ഓർഡറിൽ ഈ റെഡ് ഇട്ടേക്കുന്നതില്ലേ ഹെഡിങ്, അത് അതേ വേർഡ് തന്നെ ആയിരിക്കണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മാറ്റാൻ പറ്റില്ല. ആ ബ്ലാക്ക് എക്സ്പ്ലനേഷൻ നിങ്ങൾ മാറ്റിക്കോ, നിങ്ങൾ ഓൺ വേർഡ്സിൽ എന്തായാലും എഴുതാൻ പറ്റുള്ളൂ, പക്ഷേ ഹെഡിങ് പഠിക്കണം. സോ ഫേസസ്, ഫസ്റ്റ് വൺ എന്താണ്? ഒറിജിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പ്രൊജക്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് കുറേ പ്രൊഡക്ട്സ് ഉള്ള കമ്പനിയാണ്, നമ്മൾ പെൻസിലിൻ്റെ വാല്യൂ അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. പെൻസിൽ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. ആ പ്രൊജക്റ്റ് സെലക്ട് ചെയ്യണതിനെയാണ്, ആ സ്റ്റെപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒറിജിനേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ശരി. എന്നിട്ട് നമ്മളൊരു പ്രൊജക്റ്റ് ടീമൊക്കെ ഉണ്ടാക്കും. അത് കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു ടീം ഉണ്ടാവും, ഈ പെൻസിലിൻ്റെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു ടീം ഉണ്ടാവും, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ടീം ഉണ്ടാവും, അഡ്വർടൈസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഒരു ടീം മെമ്പർ ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ഒരു ടീമിനെ ഉണ്ടാക്കും. സെക്കൻഡ്, ഇൻഫർമേഷൻ. ഇതിലാണ് ഈ പെൻസിലിന് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻ കളക്ട് ചെയ്യും. ഇതിൻ്റെ ഡിസൈൻ എങ്ങനെയാണ്, ഇപ്പോൾ ഈ നമ്മളിവിടെ ഡിസൈൻ വരച്ച് വെച്ചേക്കണതാണ്, ഡിസൈൻ എങ്ങനെയാണ്, എന്തൊക്കെ പാർട്സ് ഉണ്ട്, അതിൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ്, അങ്ങനെ ഇതിന് വേണ്ട എല്ലാ ഇൻഫർമേഷൻ കളക്ട് ചെയ്യലാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഓക്കെ. തേർഡ്, ഫങ്ഷണൽ അനാലിസിസ്. ഈ പ്രൊഡക്റ്റിൻ്റെ എല്ലാ കോമ്പണൻസിൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ ഫങ്ഷനും കസ്റ്റമർ എങ്ങനെ ആ ഫങ്ഷനെ വാല്യൂ ചെയ്യണത്, അതൊക്കെ നമ്മൾ അനലൈസ് ചെയ്ത് നോട്ട് ചെയ്ത് ഒരു ഡേറ്റ ഉണ്ടാക്കും. ഓക്കെ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫങ്ഷണൽ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് ഇവരൊരു വാല്യൂ ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യും. ഇതിലേത് കോമ്പണൻ്റ് ആണ് കസ്റ്റമറിന് ഏറ്റവും വാല്യൂ. ഉറപ്പായിട്ടും പെൻസില് എന്ന് പറയുമ്പോൾ നമ്മളുടെ രണ്ട് ആവശ്യങ്ങളാണ്. ഒന്ന്, ഇതിലുള്ള ഗ്രാഫൈറ്റ് നല്ല ക്വാളിറ്റി ആയിരിക്കണം, നന്നായിട്ട് നല്ല കളർ മീൻസ് നല്ല ഡാർക്കായിട്ട് എഴുതാൻ പറ്റണം. പിന്നെ ഇത് ഹോൾഡ് ചെയ്യാൻ നല്ല സുഖം ഉണ്ടാവണം, പെൻസിൽ കൈയൊന്നും വേദന എടുക്കാതെ നല്ല വെയിറ്റ് ഒക്കെ കുറവായിട്ട് നല്ലതായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റണം. ഇതിലെ പെയിൻ്റൊക്കെ നല്ല ഇതായിരിക്കണം, കയ്യിലൊന്നും ആവാനൊന്നും പാടില്ല, അങ്ങനെ ക്വാളിറ്റി പെയിൻ്റ് ആയിരിക്കണം. ഇറേസർ നല്ല ക്വാളിറ്റി ആയിരിക്കണം, റബ്ബ് ചെയ്യുമ്പോൾ റിലയബിൾ ആയിരിക്കണം. അപ്പോൾ അത് തന്നെ അവർ ലിസ്റ്റ് ചെയ്യും ഏതാണ് ഏറ്റവും ഹൈ ഇമ്പോർട്ടൻസ്. അപ്പോൾ അതിൽ ചിലപ്പോൾ ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും കസ്റ്റമറിന്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മെറ്റൽ പാർട്ട് എന്ന് പറയുന്നത് കസ്റ്റമറിന് സംബന്ധിച്ച് വാല്യൂ കുറവാണ്. അത് എനിക്ക് മെറ്റൽ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല, പ്ലാസ്റ്റിക് ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ റിലയബിൾ ആയിരിക്കണം, അല്ലേ? അപ്പോൾ അങ്ങനെ കസ്റ്റമറിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മളൊരു വാല്യൂ ഇൻഡെക്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യും, ഏതിനാണ് ഏറ്റവും വാല്യൂ കൂടുതൽ കസ്റ്റമറിന് പെർസീവ് ചെയ്യണത്, അങ്ങനെയൊക്കെ ചെയ്യും. അതാണ് ഫങ്ഷണൽ അനാലിസിസ്. ഓക്കെ. നെക്സ്റ്റ്, ഇന്നോവേഷൻ. ഈ സ്റ്റേജിലാണ് എങ്ങനെ നമുക്ക് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഇതൊക്കെ മാറ്റിയിട്ട് എങ്ങനെ ന്യൂ ഓൾട്ടർനേറ്റീവ്സ് കൊണ്ടുവരാം. ദ ഒബ്ജക്റ്റീവ് ഇസ് ടു പ്രൊഡ്യൂസ് ഐഡിയാസ് ആൻഡ് ഫോർമുലേറ്റ് ഓൾട്ടർനേറ്റീവ് മീൻസ് ആൻഡ് മെത്തേഡ്സ് ഫോർ അക്കംപ്ലിഷിംഗ് ദ എസെൻഷ്യൽ ഫങ്ഷൻസ്. അതായത് നമ്മളിപ്പോൾ ഫങ്ഷണൽ അനാലിസിസ് ചെയ്തില്ലേ, അപ്പോൾ നമ്മൾ ഫങ്ഷൻസ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചില്ലേ, ആ ഫങ്ഷൻസ് ഒന്നും പോവാതെ തന്നെ, അത് പോവരുത്, ഫങ്ഷൻസ് കുറയരുത്. ഇപ്പോൾ കസ്റ്റമറിന് ആവശ്യമില്ലാത്ത ഫങ്ഷൻസ് കുറയാം, അത് നമ്മൾ ഇൻഡെക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതിൽ ബെസ്റ്റ് ഫങ്ഷൻസ് ഒന്നും ടോപ്പ് ഫങ്ഷൻസ് ഒന്നും പോവരുത്, ഒന്നിനും പ്രശ്നം പറ്റരുത്. അങ്ങനെ പോവരുത് എന്നാൽ നമുക്കതിനെ എങ്ങനെ ഓൾട്ടർനേറ്റീവ് ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ഇന്നോവേറ്റീവ് ഐഡിയാസ് എല്ലാം ലിസ്റ്റ് ചെയ്യലാണ് അടുത്ത സ്റ്റേജ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് സ്റ്റേജ് ഇസ് ഇവാലുവേഷൻ. ഈ സ്റ്റേജിൽ
നമ്മൾ ഈ ഇന്നോവേറ്റീവ് ഐഡിയാസ് കൊണ്ടുവന്നില്ലേ, ഈ ഇന്നോവേറ്റീവ് ഐഡിയാസ് എല്ലാം ഇവാലുവേറ്റ് ചെയ്യും. ഇതിൻ്റെ കോസ്റ്റ് എഫക്റ്റീവ്നെസ് എങ്ങനെയാണ്, ഇത് ഫങ്ഷൻ മീറ്റ് ചെയ്യിക്കുമോ, പിന്നെ വല്ല പ്രൊഡക്റ്റ് അഗ്ലി ആവുമോ, എങ്ങനെ അപ്പിയറൻസിനെ എങ്ങനെയെങ്കിലും ബാധിക്കുമോ, ഈ ഈ ഒരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സ് എങ്ങനെയെങ്കിലും അഫക്റ്റഡ് ആവുമോ, പ്രൊഡ്യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായൊന്നും പോകാൻ പാടില്ല, പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സ് ബുദ്ധിമുട്ടാവുമോ, അങ്ങനത്തെ ഓരോ സാധനം കോസ്റ്റ് എന്തായിരിക്കും അതൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. അതാണ് നെക്സ്റ്റ് സ്റ്റേജ്. ആൻഡ് നെക്സ്റ്റ് സ്റ്റേജ് ഉറപ്പായിട്ടും ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞ് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ചൂസ് ചെയ്യും വിച്ച് ഓൾട്ടർനേറ്റീവ്സ് വിച്ച് ഇസ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്, ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, അത് ചൂസ് ചെയ്യുക. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഇസ് ഇംപ്ലിമെൻറ്റ്. നമ്മൾ ചൂസ് ചെയ്ത ഓൾട്ടർനേറ്റീവ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇതാണ് 7 സ്റ്റെപ്സ്. ദീസ് ആർ ദ 7 ഫേസസ് ഓഫ് വാല്യൂ അനാലിസിസ്. ക്ലിയർ അല്ലേ? സോ എന്താണ് വാല്യൂ അനാലിസിസിൻ്റെ ഒബ്ജക്റ്റീവ്? ദ ഒബ്ജക്റ്റീവ് ഇസ് ടു എൻഷുർ ദാറ്റ്, അതായത് ബേസിക്കലി ഒരു കോസ്റ്റ് റിഡക്ഷൻ ഇത് ടെക്നിക്ക് തന്നെയാണ്. ദ ഒബ്ജക്റ്റീവ് ഇസ് ടു എൻഷുർ ദാറ്റ് ഓൾ ദ ഫങ്ഷൻ ഓഫ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ് ആർ ക്യാരിഡ് ഔട്ട് അറ്റ് മിനിമം കോസ്റ്റ്. ഈ പെൻസിലിൻ്റെ എല്ലാ ഫങ്ഷൻസും നടക്കണം, എന്നാൽ എല്ലാ ഫങ്ഷൻസും മിനിമം കോസ്റ്റിലാണ് നടക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തുക. കമ്പനിയുടെ ഭാഗത്ത് നോക്കുമ്പോൾ എല്ലാ ഫങ്ഷൻസും മിനിമം കോസ്റ്റിലാണ് നടക്കുന്നതെന്ന് ഉറപ്പ് വരുത്തുക. ആ ഒരു അപ്രോച്ചിനെയാണ് വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത്. But the value analysis should not compromise the quality, reliability, performance and appearance of the product. പ്രൊഡക്റ്റിൻ്റെ അപ്പിയറൻസോ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അഫക്റ്റഡ് ആവാൻ പാടില്ല. ക്ലിയർ അല്ലേ? ഇതാണ് വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബേസിക്കലി ഇല്ല എങ്ങനെയാണ് ഈ വാല്യൂ അനാലിസിസ്, ഇത് നമ്മുടെ ടെക്സ്റ്റിലില്ല, എന്നാലും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവാൻ ഞാൻ എടുത്തേക്കുവാണ്, ടെക്സ്റ്റിൽ നിന്ന് എടുത്താണ്. സോറി. അപ്പോൾ നമ്മൾ വാല്യൂ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, എങ്ങനെയാണ്, അതായത് ഇവിടെ നമ്മൾ സ്റ്റെപ്സ് പറഞ്ഞില്ലേ, ഇപ്പോൾ ഫങ്ഷണൽ അനാലിസിസ് ഇല്ലേ, ആ സമയത്തൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. ഫങ്ഷണൽ അനാലിസിസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇതൊക്കെയാണ്. ഓക്കെ, വാല്യൂ അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ടീമായിട്ടിരിക്കുമല്ലേ, അപ്പോൾ നമ്മളോട് തന്നെ ആ ടീമിൽ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. ഞാൻ രണ്ടു മൂന്നെണ്ണം പറയാട്ടോ, ഇത് അത്ര അത്യാവശ്യമൊന്നുമില്ല ബിക്കോസ് നമ്മുടെ ടെക്സ്റ്റിലില്ല, എന്നാലും വെറുതെ ഒന്ന് നോക്കുവാണ്. ക്യാൻ വി എലിമിനേറ്റ് ഫങ്ഷൻസ് ഫ്രം ദ പ്രോസസ്? എന്തെങ്കിലും ഫങ്ഷൻ എടുത്ത് മാറ്റാൻ പറ്റുമോ? അതായത് ഇതിൽ എന്തെങ്കിലും ഒരു സാധനം എടുത്ത് ഒഴിവാക്കാൻ പറ്റുമോ? കസ്റ്റമറിന് അത് ബാധിക്കൂലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റുമല്ലോ. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഈ മെറ്റൽ ബാൻഡ് എന്ന് പറഞ്ഞ സാധനം അത് ഒഴിവാക്കാൻ പറ്റുമോ? അങ്ങനെ ഓരോ ഫങ്ഷനും അനലൈസ് ചെയ്യും. ക്യാൻ ദിസ് ബി എലിമിനേറ്റഡ്? ക്യാൻ വി എലിമിനേറ്റ് സം ഡ്യൂറബിലിറ്റി ഓർ റിലയബിലിറ്റി? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളുടെ പ്രൊഡക്റ്റിൽ വാഷിംഗ് മെഷീനാണെന്ന് വിചാരിക്കും. ഈ വാഷിംഗ് മെഷീൻ നമ്മൾ ഉണ്ടാക്കിയ സമയത്ത്, ആദ്യത്തെ സമയത്ത് ഉണ്ടാക്കിയപ്പോൾ ഒരു ഹൈ മെറ്റൽ പ്ലേറ്റ് ആണ്, ഹൈ എന്ന് പറഞ്ഞാൽ തിക്ക് മെറ്റൽ പ്ലേറ്റ് ആണ് ഉപയോഗിച്ചേക്കണമെന്ന് വിചാരിക്കുക. അതായത് ഒരു ലോറി വന്ന് ഇടിച്ചാലും കൂടി വാഷിംഗ് മെഷീൻ ചളങ്ങത്തില്ല, ആ രീതിയിലാണ് നമ്മൾ മെറ്റൽ പ്ലേറ്റ് ഉപയോഗിച്ചേക്കുന്നത്. പക്ഷേ അത് അത്രയും ഡ്യൂറബിലിറ്റി ആവശ്യമുണ്ടോ? ഒരു വാഷിംഗ് മെഷീൻ അത്രയും ഡ്യൂറബിലിറ്റി ആവശ്യമുണ്ടോ? ഇത്രയും ഇമ്പാക്റ്റ് റെസിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നോർമലി ആവശ്യമില്ലല്ലോ, വാഷിംഗ് മെഷീനിന് അത്രയും ഇമ്പാക്റ്റ് ഒന്നും വരാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ നമുക്കത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഡ്യൂറബിലിറ്റി കുറച്ച് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ആ അങ്ങനത്തെ ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ ചോദിക്കുവാണ്, നമ്മുടെ ടീമിൽ തന്നെ നമ്മൾ ചോദിക്കുവാണ്. ക്യാൻ വി മിനിമൈസ് ദ ഡിസൈൻ? ഈ ഡിസൈൻ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഡിസൈനാണ്, ഇതൊന്നും കൂടെ മിനിമൈസ് ചെയ്യാൻ പറ്റുമോ? ക്യാൻ വി ഡിസൈൻ ദ പ്രോഡക്റ്റ് ബെറ്റർ ഫോർ മാനുഫാക്ചറിങ് പ്രോസസ്? അതായത് നമുക്ക് ഇനി ഈ ഡിസൈൻ ഫൈനലൈസ് ചെയ്തിട്ട് നാളെ മുതൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങാൻ പോവാണ്. അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഈസി ആകുന്ന രീതിയിൽ നമുക്ക് ഇതിൻ്റെ ഡിസൈൻ ഒന്ന് റീവർക്ക് ചെയ്താലോ, നമുക്ക് എന്തെങ്കിലും പാർട്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ, ക്യാൻ വി കമ്പൈൻ സ്റ്റെപ്സ്? ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മൾ ആ ഫങ്ഷണൽ അനാലിസിസിൻ്റെ ടൈമിൽ ആ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ക്ലിയർ അല്ലേ? ശരി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡെഫിനിഷനെ ബേസ് ചെയ്ത് കുറച്ച് റൂൾസ് പറയാനുണ്ട്. ഓക്കെ, വാല്യൂ അനാലിസിസ് ചെയ്യുമ്പോൾ ഈ റൂൾസ് നോക്കണം. ഫസ്റ്റ് വൺ, ദിസ് നോ കോസ്റ്റ് ക്യാൻ ബി റിമൂവ്ഡ് ഇഫ് ഇറ്റ് കോംപ്രമൈസസ് ദ ക്വാളിറ്റി. ആദ്യമേ പറഞ്ഞാണ്, ക്വാളിറ്റിയോ റിലയബിലിറ്റിയോ കുറയുവാണെങ്കിൽ അങ്ങനെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പാടില്ല. ഇറ്റ് ഈസ് നോട്ട് വാല്യൂ അനാലിസിസ്. ക്ലിയർ അല്ലേ? സെയിം തന്നെ, മാർക്കറ്റബിലിറ്റി ആൻഡ് സെയിലബിലിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ് ഷുഡ് നോട്ട് ബി അഫക്റ്റഡ്. പ്രൊഡക്റ്റ് അഗ്ലി ആവാൻ പാടില്ല. പ്രൊഡക്റ്റ് നാളെ മുതൽ ഒരു സാധനം എടുത്ത് മാറ്റി, പ്രൊഡക്റ്റിൻ്റെ ഭംഗി പോയി, നാളെ മുതൽ ഇത് മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല, സെല് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ശരി. ഇനി
പ്രൊഡക്റ്റിൻ്റെ മെയിൻറ്റെയിനബിലിറ്റി ഷുഡ് നോട്ട് ബി അഫക്റ്റഡ്. നമ്മൾ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തി, സോ ദ പ്രൊഡക്റ്റിൻ്റെ മെയിൻറ്റെയിനബിലിറ്റി ഭയങ്കര ബുദ്ധിമുട്ടായി. അതായത് കസ്റ്റമറിന് നാളെ മുതൽ ഇതിൽ ഇനി കൂടുതൽ കോസ്റ്റ് വരും. അപ്പോൾ കസ്റ്റമർ വാല്യൂ കുറയൂലേ? കാരണം എന്താ, അപ്പോൾ ആ പ്രൊഡക്റ്റ് ഇനി സർവീസ് ചെയ്യാൻ പോകാൻ നേരത്ത് ഭയങ്കര എക്സ്പെൻസീവാണ്. പ്രൊഡക്റ്റ് സർവീസ് ചെയ്യൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ മെയിൻറ്റെയിനബിലിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ് ഷുഡ് നോട്ട് ബി അഫക്റ്റഡ് ഡ്യൂ ടു വാല്യൂ അനാലിസിസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് റൂൾസ്. ഓക്കെ, നമ്മൾ റൂൾസ് പഠിച്ചു, ഫേസസ് പഠിച്ചു. ആൻഡ് ബേസിക്കലി എന്താണ്, വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് വാല്യൂ അനാലിസിസ്? ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ്? കോസ്റ്റ് സേവ് ചെയ്യുക, വാല്യൂ ഓഫ് ദ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ കോസ്റ്റ് കുറയണം, വാല്യൂ കൂടണം. ഇതാണ് മെയിൻ ഒബ്ജക്റ്റീവ്. അൺനെസസറി ആയിട്ടുള്ള കോസ്റ്റ് എലിമിനേറ്റ് ചെയ്യുക. കമ്പനിയുടെ കോമ്പറ്റിറ്റീവ് പൊസിഷൻ ഷുഡ് ബി ഇംപ്രൂവ്ഡ്. കോമ്പറ്റിറ്റീവ് പൊസിഷൻ ഓഫ് ദ കമ്പനി ഷുഡ് ബി ഇംപ്രൂവ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഇതുണ്ടല്ലോ, either ദ പ്രൊഡക്റ്റ് ഡിഫറൻഷിയേറ്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ കോസ്റ്റ് കുറവായിരിക്കണം. അങ്ങനെ ഇതിലെന്തെങ്കിലും ഒന്നെങ്കിൽ കസ്റ്റമറിന് മനസ്സിലാവണം ഈ പ്രൊഡക്റ്റ് വാല്യൂ കൂടുതലാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ കോസ്റ്റ് കുറയണം. അങ്ങനെ കമ്പനിയുടെ കോമ്പറ്റിറ്റീവ് പൊസിഷൻ ഷുഡ് ബി ഇംപ്രൂവ്ഡ്. ആൻഡ് ഓൾസോ വി ആർ ട്രൈങ് ടു പ്രൊമോട്ട് ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ് ഷുഡ് ബി ഇംപ്രൂവ്ഡ്. ഓക്കെ, ഇതൊക്കെയാണ് വാല്യൂ അനാലിസിസിൻ്റെ ഒബ്ജക്റ്റീവ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഞാനിപ്പോൾ എല്ലാം വാല്യൂ അനാലിസിസ് അല്ലേ പറഞ്ഞത്. അപ്പോൾ എന്താ വാല്യൂ എഞ്ചിനീയറിങ്? വാല്യൂ എഞ്ചിനീയറിങ് സിമ്പിൾ സാധനമാണ്. നമ്മൾ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റിന്, അതായത് ഈ വാല്യൂ അനാലിസിസ് ഇപ്പോൾ പഠിച്ചില്ലേ, ഇഫ് വി ആർ അപ്ലൈയിങ് വാല്യൂ അനാലിസിസ് ടു എ ന്യൂ പ്രൊഡക്റ്റ്, നമ്മളുടെ അടുത്ത് ഇപ്പം ഇല്ല, എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് അല്ല, പുതിയ പ്രൊഡക്റ്റിൽ ഇതേ കാര്യം ചെയ്യുവാണെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കും? വാല്യൂ എഞ്ചിനീയറിങ്. ബിക്കോസ് അവിടെ അനലൈസ് ചെയ്യുമല്ലോ, നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ഈ വാല്യൂ അനാലിസിസ് ചെയ്യുവാണ്. പെൻസിൽ നമ്മുടെ പുതിയ പ്രൊഡക്റ്റാണ്, നമ്മൾ ഇറക്കിയിട്ടില്ല. ഇറക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അനലൈസ് ചെയ്യണം. ഓക്കെ, എന്തൊക്കെയാണ് നമ്മൾ അനലൈസ് ചെയ്ത് എന്തൊക്കെ ഫങ്ഷൻസ് വേണം, കസ്റ്റമർ എന്തൊക്കെ വാല്യൂ ചെയ്യും, അങ്ങനെ നമ്മൾ അനലൈസ് ചെയ്യുവാണെങ്കിൽ അപ്പോൾ വാല്യൂ എഞ്ചിനീയറിംഗ് എന്ന് വിളിക്കും. ക്ലിയർ അല്ലേ? സോ വാട്ട് ഇസ് വാല്യൂ അനാലിസിസ്, വാട്ട് ഇസ് വാല്യൂ എഞ്ചിനീയറിംഗ്? If it is an existing product, this process is known as value analysis. And if it is a new product, the same process is known as value engineering. New product ആണെങ്കിൽ value engineering, existing product ആണെങ്കിൽ value analysis. ഇതാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ്. ക്ലിയർ അല്ലേടാ? അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം.